ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മീൻ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി ചന്ദ്രയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ സച്ചി പറയുന്നത് ഇപ്പം ആദ്യമായിട്ട് കേട്ടിട്ടാണ് ഇങ്ങനെ, ഇനിയിപ്പോൾ ഇത് സ്ഥിരമാകുമ്പോഴത്തേക്കും അമ്മയ്ക്കിത് ശീലമായിക്കോളും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി സച്ചിയെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയാണ്, ശ്രുതി നീ എന്തായാലും അമ്മയോട് ചെയ്തത് തെറ്റ് തന്നെയാണ്, നീ അതുകൊണ്ട് അമ്മയോട് ക്ഷമ പറയുന്ന സമയത്ത് ശ്രുതി ക്ഷമ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി പറയുന്നത് ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു, പതിവില്ലാതെ ശ്രുതി അമ്മയോ വഴക്ക് പറയുന്നു. എന്തായാലും ഇതൊരു പുതിയ നല്ലൊരു മാറ്റം തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി വേഗം സച്ചിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ചന്ദ്രയെ സമാധാനിപ്പിച്ച ശേഷം രവി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇങ്ങനെ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തിനും ഏതിനും എനിക്ക് സപ്പോർട്ട് ചെയ്തത് ശ്രുതി ഇപ്പം എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതിപ്പോൾ എന്തൊരു പുതിയ മാറ്റമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണേ. പിന്നീട് കാണിക്കുന്ന രേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന് രേവതിയെ പിന്നാലെ പേടിപ്പിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞ സച്ചിന് കുറച്ച് കളി അധികം കൂടുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള തലേനെടുത്ത് സച്ചിയെ തല്ലാനിരുന്നതാണ് കേട്ടോ. വേഗം തന്നെ സച്ചി അവിടെ നിന്ന് ഓടി ചെല്ലുന്ന ഹാളിലേക്കാണ്. ഹാളിലാടെ ദിവ്യ പത്രം വായിച്ചുകൊണ്ട് കാര്യം തിരക്കുന്ന സമയത്ത് രേവതി കാര്യം പറയുമ്പോഴത്തേക്കും എന്നാൽ അവൻ ഓർമ്മ കൊടുത്തോളാം ദേവി സമ്മതം മൂളോടെ പെട്ടെന്ന് തന്നെ രേവതി തൻ്റെ കയ്യിലുള്ള തലേണ എടുത്ത് സച്ചിയുടെ ദേഹത്തേക്ക് എറിയുന്ന സമയത്താണ് ഈ ഒരു തലേണ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ചന്ദ്രയുടെ ദേഹത്തേക്ക് കൊള്ളുന്നത്. ചന്ദ്ര വേഗം തന്നെ രേവതി തന്നെ മനഃപൂർവ്വം എറിഞ്ഞതാണെന്നും അവൾ മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിരുന്നു, ഇത് തലേണ വീണാൻ തനിക്ക് എന്തെങ്കിലും പറ്റിയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേ തലേണ കൊണ്ട് ഇതുവരെ ആരും തന്നെ മരിച്ചിട്ടില്ല എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. എന്നിരുന്നാലും രേവതിയെ കുറ്റപ്പെടുത്താൻ കിട്ടിയ അവസരമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ രേവതിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ആ ഒരു സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയുടെ ഓരോ മറുപടിക്കും കൃത്യമായ കളിയാക്കുന്ന രീതിയിൽ തന്നെ മറുപടി നൽകുന്നത് നമ്മുടെ സച്ചിയാണ്. ഇതിനെല്ലാം തന്നെ ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യമെടുക്കാനാണ്. ചന്ദ്ര വേഗം എന്ന് പറയുന്നുണ്ട്, നിൻ്റെ കുറച്ച് കളി കൂടുന്നുണ്ട്, നീ ഇപ്പം മനഃപൂർവ്വം തന്നെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പല തവണകളായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മതി ഈ പ്രശ്നം ഇത് എങ്ങോട്ടേക്ക് കയറി പോകുന്ന ഒരു തലേണയുടെ പ്രശ്നമല്ല, അതങ്ങ് വിട്ടുകളയെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം അങ്ങ് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇവരാരും കളിയാക്കി ചിരിച്ചതില്ല, നമ്മുടെ ശ്രുതി കളിയാക്കി ചിരിച്ചതിൽ വല്ലാതെ തന്നെ വിഷമം. അതിലുപരി എന്ത് കാരണം കൊണ്ടായിരിക്കും ഇവൻ തന്നെ കളിയാക്കിയ ബാക്കി എല്ലാവരും കളിയാക്കിയ സമയത്ത് ഇവനും തന്നെ കളിയാക്കാൻ കൂടിയത് എന്നുള്ളൊരു ടെൻഷനോട് കൂടി തന്നെ ചിന്തിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് കേട്ടോ. വർഷ ആകെ ടെൻഷനിലാണ്. താൻ പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടും ഒന്നും തന്നെ നടക്കുന്നില്ല, ഇനിയിപ്പോൾ എന്താ വഴി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പപ്പായ ജ്യൂസ് കഴിച്ച് അബോർഷൻ ആവുമെന്ന് തൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെ അടുക്കളയിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാലൊരു പപ്പായ കണ്ടിക്കാൻ പോലും അറിയാതെ അങ്ങനെ വർഷ നിൽക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വർഷയുടെ എൻ്റെ കാര്യമെന്ന് തിരക്കുന്ന സമയത്ത് തനിക്ക് പപ്പായ ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ താൻ തന്നെ ഉണ്ടായിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല വർഷ, ഇത് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി വേഗം തന്നെ വർഷയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തതിന് ശേഷം അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. വർഷയാണെങ്കിലോ താൻ ചെയ്യുന്നൊരു പാപമാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ വേഗം തന്നെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ സമയം തന്നെയാണ് ചന്ദ്ര അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ വർഷ പതിവില്ലാതെ അടുക്കളയിൽ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഇവൾ പൂജാമുറി പ്രാർത്ഥിക്കേണ്ട വരെ ഇവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും പറയാൻ പോലും നിവൃത്തിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ തലയും കൊണ്ട് പോകും, അതുപോലത്തെ വർഗ്ഗമാണ് ഇവളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് മനസ്സിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തിരിയാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നത് കാണുന്നത്. പക്ഷേ ചന്ദ്ര വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഈ ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് പോവുകയാണ്. ബാക്കിയുള്ളവർക്ക് പച്ചവെള്ളം, അവളുടെ കെട്ടിയവളിനെ മാത്രം ജ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ജ്യൂസും കൊണ്ട് പോകുന്നുണ്ട്. വർഷ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ജ്യൂസ് കാണാത്തത് കൊണ്ട് തന്നെ ആരായിരിക്കും എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ കരുതിക്കൊണ്ട് ഹാളിലേക്ക് ചെല്ലുന്ന സമയത്താണ് ചന്ദ്ര അവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ വർഷ എന്നതിന് ശേഷം കള്ളി നിങ്ങളെന്തിനാ എൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് സച്ചി രേവതിയും ശ്രുതിയും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയം തന്നെ വർഷയുടെ ജ്യൂസാണ് ചന്ദ്ര എടുത്ത് കുടിച്ചത് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ 3 പേരും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി തന്നെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ അച്ഛനെ ഇങ്ങോട്ട് വരണമെന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വർഷ, അത് പോട്ടെ ജ്യൂസില്ല, ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോഴത്തേനും ഈ ഫ്രിഡ്ജിൽ പപ്പായ ഇല്ല, ചീനി എന്ത് ജ്യൂസ് ഉണ്ടാക്കാനാണെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർഷ പോകാൻ നേരത്ത് ചന്ദ്രയുടെ ക്ഷമയും പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ സച്ചി ആവട്ടെ ചന്ദ്രയെ ഒന്ന് കളിയാക്കാൻ കിട്ടിയ അവസരമായതുകൊണ്ട് തന്നെ കളിയാക്കുന്ന സമയത്ത് രേവതി സച്ചിയും കുട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ ആയിട്ട് കഷ്ടമുണ്ടിട്ട് അമ്മ ഇങ്ങനെ ഓരോരോ കാര്യം
കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനെന്നും പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ വഴക്കും പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുക എല്ലാവരും തന്നെ കുറ്റപ്പെടുക. സാധാരണ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ശ്രുതി അവൻ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ചരട് കൈ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്വാമിക്ക് ഇങ്ങനെ മാറിപ്പോയതായിരിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ ആകെ ടെൻഷനായിട്ട് താനൊരു ചരട് കൊടുത്തതിന് ശേഷവും ഇതുവരെ ശ്രുതി തന്നെ വിളിച്ചിട്ടില്ല. ആ ഒരു ചരട് കൈ കെട്ടിക്കഴിഞ്ഞ് അമ്മയോട് വെറുപ്പാൻ തന്നെ വിളിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ഇതുവരെയും തന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മീര കാര്യം നിരക്കുന്ന സമയത്ത് താൻ ഇതാണ് ചിന്തിച്ചിരുന്നത് എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ഈ ചരട് കെട്ടിയതിന് ശേഷമല്ല അതിനുള്ള മാറ്റം നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാമെന്ന് മീര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി തന്നെ വിളിക്കാത്തതുകൊണ്ട് തന്നെ ശ്രുതി ആകെ ടെൻഷനിലാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയുമാണ്. വർഷയുടെ ഓരോ മാറ്റങ്ങളും കണ്ടുകൊണ്ട് ശ്രീകാന്തിൻ്റെ പക്കൽ എന്ത് പറ്റിയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വർഷ വേഗം ശ്രീകാന്തിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകാന്ത് ബെഡിലേക്ക് കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ വർഷ വേഗം തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം കടന്നു കഴിഞ്ഞാൽ തന്നെ ആരും ഉറങ്ങാറില്ല. ശ്രീകാന്ത് എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കഴുത്തിനെ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീകാന്ത് വേഗം നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച പക്ഷേ നീ ഇതെന്ത് കാരണം കൊണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, അപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ വർഷ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേ ശ്രീകാന്ത് വേഗം തന്നെ ബെഡിലേക്ക് ചെന്ന് കിടന്നതിന് ശേഷം വർഷയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ. വർഷയും അതുപോലെ ശ്രീകാന്തിനോട് പിണങ്ങി കിടക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് പാതിരാത്രി ആവുന്ന സമയത്ത് ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അബോർഷൻ ആയില്ലെങ്കിൽ ഇനി ആകെ പ്രശ്നമാവില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഡാൻസ് കളിച്ച് അബോർഷനായി പോകുമായിരിക്കും എന്ന് തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വർഷ പാതിരാത്രിക്ക് DJ പാട്ട് വെച്ചതിന് ശേഷം അവിടെ കിടന്ന് ഡാൻസ് കളിക്കാനായിട്ട് ഈ ഒരു ഭാഗത്തോടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.